Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay. Then in the last class we had started a story, His First Flight, written by Leon of Flaherty. We just completed one paragraph. Okay. Then I appreciate you. You are very good students because you do your all works. ഓക്കെ നിങ്ങളുടെ വർക്കുകളെല്ലാം വളരെ കറക്റ്റായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഓക്കെ, ദെൻ കീപ്പ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇനിയും തുടർന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ തരുന്ന വർക്കുകൾ കറക്റ്റായിട്ട് ആ ദിവസം തന്നെ സെൻഡ് ചെയ്യാം. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. If you have any difficulties, please contact me in personal. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കറക്റ്റ് ടൈമിൽ ക്ലാസ് സെൻഡ് ചെയ്യുന്നതിൽ നേരിടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചറെ കോൺടാക്റ്റ് ചെയ്യുക, ടീച്ചറോട് കാര്യം പറയാം. അതർവൈസ് യു ഷുഡ് സബ്മിറ്റ് യുവർ വർക്ക് വിത്തിൻ ടൈം. സമയത്തിന് എന്ത് ചെയ്യണം, വർക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ടേക്ക് പേജ് നമ്പർ 10. Listen, second paragraph. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away. Even when each of his brothers, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ യങ് സീകളുടെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഹാഡ് ഫ്ലോൺ, അല്ലേ, പറന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ നൗ ഈവൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ, അവൻ്റെ ചെറിയ ആ ഒരു സഹോദരിയുടെയും സഹോദരങ്ങളുടെയും ചിറകുകൾ എന്ന് പറയുന്നത്, ഹൂസ് വിങ്സ് വേർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, അവൻ്റെ ചിറകിനേക്കാൾ ഷോർട്ടർ ആയിരുന്നു. റാൻ ടു ദ ബ്രിങ്ക്, അവരെന്ത് ചെയ്തു, ബ്രിങ്കിലേക്ക് ഓടി. ആൻഡ് ഫ്ലാപ്ഡ് ദെയർ വിങ്സ്, ചിറകടിച്ചു. ആൻഡ് ഫ്ലൂ അവേ, എന്നിട്ട് പറന്നുപോയി. He failed to muster up courage to take that plunge which appeared to him so desperate. അപ്പോൾ അതിലാര് പരാജയപ്പെട്ടു, നമ്മുടെ യങ് സീകൾ മാത്രം പരാജയപ്പെട്ടു. He didn't get courage, അവനക്ക് എന്താണ് ധൈര്യം കിട്ടിയില്ല, അല്ലേ, to take the plunge which appeared to him so desperate. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his legs unless he flew away. അവൻ്റെ പാരൻസ് എന്ത് ചെയ്തു, ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട്, ചുറ്റും നടന്നിട്ട്, അതായത് ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ട്, കോളിംഗ് ടു ഹിം ഷ്രില്ലി, ദെൻ ഷ്രില്ലി മീൻസ് വലിയ ശബ്ദത്തിൽ അവനെ വിളിച്ചു. ആൻഡ് സ്കോൾഡിങ്, പിന്നെയോ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു. ആൻഡ് ത്രെട്ടണിങ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ, സ്റ്റാവ് മീൻസ് പട്ടിണി കിടക്കുക, അതായത് ഹിസ് ലഡ്സ്. അപ്പോൾ പറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഈ ലഡ്ജിൽ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ഭീഷണി വരെ ആര് മുഴക്കി, അവൻ്റെ അച്ഛനും അമ്മയും. അൺലെസ് ഹീ ഫ്ലൂ അവേ, ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്. അപ്പോൾ അവനക്ക് പറക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നീ ഇവിടെ കിടന്ന് പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു ആര്, അവൻ്റെ ഫാദറും മദറും. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്, പക്ഷേ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മൂവ് ചെയ്യാൻ സാധിച്ചില്ല. ദാറ്റ് വാസ് 24 hours എഗോ. അതൊക്കെ നടന്നത് എപ്പോഴാണ്, 24 മണിക്കൂർ മുമ്പാണ്, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സിൻസ് ദെൻ, അതിനുശേഷം, നോബഡി ഹാഡ് കം നിയർ ഹിം, ആരും എന്ത് ചെയ്തില്ല, അവൻ്റെ അടുത്തേക്ക് വന്നതേയില്ല. ദ ഡേ ബിഫോർ, ആ ഒരു ദിവസം മുമ്പേ, ഓൾ ഡേ ലോങ് ഹീ ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അവന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു, അതായത് അവനിങ്ങനെ ഇരുന്നിട്ട് താഴെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴെന്താ കാണുന്നത്, യെസ്, ഹിസ് പാരൻസ് ഫ്ലൈയിങ്, പാരൻസ് എന്ത് ചെയ്യുന്നു, പറക്കുന്നു. വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും കൂടെ പാരൻസ് പറക്കുന്നു. ആൻഡ്
ടീച്ചിങ് ദം ഹൗ ടു സ്കീം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. അങ്ങനെ അവരെ പറക്കുന്നു. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. പിന്നെയോ പറക്കുന്നതിൽ എങ്ങനെ പെർഫെക്റ്റ് ആവാം എന്നവരെ പഠിപ്പിക്കുന്നു. ടീച്ചിങ് ദം ഹൗ ടു സ്കീം ഇൻ ദ വേവ്സ് ആൻഡ് എങ്ങനെ സ്കിം ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നു അവരെ പഠിപ്പിക്കുന്നു. അതുപോലെയോ ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, ഇനി മീനിനെ പിടിക്കാൻ വേണ്ടി എങ്ങനെ ഡൈവ് ചെയ്യണം എന്നും എന്ത് ചെയ്യുന്നു അച്ഛനും അമ്മയും അവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും പഠിപ്പിക്കുന്നു. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡിവോ ഇറ്റ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ബ്രദർ, അതിൽ മൂത്ത ബ്രദർ, ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ്. അങ്ങനെ ഹെറിങ് മീൻസ് ചെറിയ മീൻ, സ്മോൾ ഫിഷ്. എന്ത് ചെയ്തു? ആദ്യമായിട്ട് മീനിനെ പിടിച്ചു. ആൻഡ് ഡിവോ ഇറ്റ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്. എന്നിട്ട് എവിടേക്ക് പോയി? ഒരു റോക്കിൻ്റെ അവിടെ ചെന്നിരുന്നു. വൈൽ ഹിസ് പാരൻസ് സർക്കിൾ അറൗണ്ട് റൈസിങ് എ പ്രൗഡ് കാക്കിൾ. അത് കണ്ടപ്പോൾ അവൻ്റെ പാരൻസ് സർക്കിൾ അവന് ചുറ്റും ഇങ്ങനെ പറന്ന് നടന്നിട്ട് റൈസിങ് എ പ്രൗഡ് ക്രാക്കിൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അവനെ അഭിനന്ദിക്കാൻ, അവൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ അഭിമാനിച്ചുകൊണ്ട് ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ഓൾ ദ മോർണിംഗ്, രാവിലെ മുഴുവൻ, ദ ഹോൾ family had walked about the big plateau midway down the opposite cliff, laughing at his cowardice. അങ്ങനെ ഈ ഒരു ദിവസത്തിൽ എന്താ ചെയ്യുന്നത്? ദ ഹോൾ ഡേ, ആ ഒരു ദിവസം മുഴുവൻ ദ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ദ ബിഗ് പ്ലാറ്റ്യൂ, അവിടെ അടുത്ത് നേരെ ഓപ്പോസിറ്റ്, മിഡ് വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ്, ആ ക്ലിഫിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്യൂൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്? വാക്ക്ഡ് ആൻഡ് ലോഫിങ് അറ്റ് ഹിസ് കവർഡൈസ്. ഇവൻ്റെ ഈ ഒരു ഭീരുത്വം, അതായത് ഇവൻക്ക് പറക്കാൻ കഴിയാത്ത അതിലുള്ള ആ ഒരു പേടി, അവൻ്റെ പേടിയെ കളിയാക്കി ചിരിക്കുകയാണ് ആര് ചെയ്യുന്നത്? അച്ഛനും അമ്മയും സഹോദരങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ദെൻ കവർഡൈസ് മീൻസ് ഭീരുത്വം. ഓക്കെ, ദെൻ ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. ഇപ്പോൾ സണ്ണ് എന്ത് ചെയ്തിട്ടുണ്ട്? ascending the sky, blazing warmly on his legs that faced the south. He felt that heat because he had not eaten since the previous nightfall. He felt that heat, അവനക്ക് എന്ത് തോന്നി? ചൂട് തോന്നി. ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൺ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫാൾ. കഴിഞ്ഞ രാത്രി മുതൽ അവൻ എന്ത് ചെയ്തിട്ടില്ല? ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവനക്ക് സൂര്യൻ്റെ പ്രകാശം കൂടെ വന്നു തുടങ്ങിയപ്പോൾ അവനക്ക് വല്ലാണ്ട് ചൂടാവാൻ തുടങ്ങി. കാരണം എന്താണ്? അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ദെൻ ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രൽസ് ടെയിൽ അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്. ദെൻ ഹി ഹാഡ് ഫൗണ്ട്, അവൻ കണ്ടെത്തിയ ഡ്രൈഡ്, ഉണങ്ങിയ പീസ് ഓഫ് മാക്രൽസ്. മാക്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിഷാണ് അല്ലേ? അതായത് മത്തി, ഒരു മത്തി അല്ലേ മീൻ. അപ്പോൾ അതിൻ്റെ ഒരു ടെയിൽ, ഉണങ്ങിയ ഒരു ടെയിൽ എന്ത് ചെയ്തിരിക്കണത്? അവിടെ കിടക്കുന്നത് അവന് കണ്ടു. ദ ഫാർ ആൻഡ് എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്, അവന് ഇരിക്കുന്ന ആ ഒരു ലെഡ്ജിൻ്റെ എൻഡിൽ. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. അവിടെ അതല്ലാതെ ഒരു ചെറിയ ഡ്രോപ്പ് ഓഫ് ഫുഡ് പോലും അവിടെ അവശേഷിക്കുന്നില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്, അവൻ എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തു. റൂട്ടിങ് എമംഗ് ദ റാഫ് dirt caked straw nest where he and his brother and sister had been hatched. dirt caked straw, അവിടെ എന്താണ്? dirt caked straw nest, ആ ഒരു കൂട് അല്ലേ? where he and his brother and sister had been hatched. അപ്പോൾ അവിടെ എന്ത് മാത്രമാണ് അവശേഷിക്കുന്നത്? അവനും അവൻ്റെ സഹോദരങ്ങളും വിരിഞ്ഞ ആ ഒരു കൂട് മാത്രമാണ് അവിടെ. സ്ട്രോ, വൈക്കോലിൻ്റെ ഒരു നെസ്റ്റ് മാത്രമാണ് അവിടെ അവശേഷിച്ചിരുന്നത്. അതിലെന്തുണ്ട്? ഹി ഈവൻ നേവ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽസ്. അവന് അതിലെന്താണ് കണ്ടത്? എഗ് ഷെൽസ്. എഗ് ഷെൽസ് എന്ന് പറഞ്ഞാൽ മുട്ടയുടെ തോട്. അപ്പോൾ അവന് ആ ഒരു മുട്ടയുടെ തോട് പോലും കഴിച്ചു.
ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അത് അവനെ തന്നെ കഴിക്കുന്നത് തുല്യമാണ് എന്ത് ആ എഗ്ഗിൻ്റെ ഷെല്ല് കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ വിശപ്പ് കാരണം എന്ത് ചെയ്തു, അവന് അതും കഴിച്ചു. ഈവൻ നാവ്ഡ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. He then trotted back and forth from one end of the ledge to the other. Then he trotted. Trotted means ran. അതായത് ഓടാൻ തുടങ്ങി അവന്. ബാക്ക് പുറകിലേക്ക് ആൻഡ് ഫോർത്ത് മുന്നോട്ട്, ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു അതർ. ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാൻ തുടങ്ങി. ഹീസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻറ്റ്ലി. അവൻ്റെ ആ ഒരു ലെഗ്സ് കാലുകൾ സ്റ്റെപ്പിംഗ് ഡെയിൻറ്റ്ലി. ഡെയിൻറ്റ്ലി മീൻസ് ക്ഷീണം, ടയർഡ്നെസ്. Daintily trying to find some means of reaching his parents without having to fly. അപ്പോൾ അവന് പറക്കാതെ എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക്, തൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് അവന് ഇവിടുന്ന് അവിടേക്കും അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ഓടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പറക്കാതെ അങ്ങോട്ട് എത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ് അവന്. ബട്ട് on each side of him the ledge ended in a sheer fall of precipice with the sea beneath. അപ്പോൾ ഇങ്ങനെ എന്താണ് പറയുക, അവന് ഇങ്ങനെ ഓടുമ്പോൾ on each side of him, ഓരോ ഭാഗത്തും the ledge ended in a sheer fall of precipice. അതിൻ്റെ fall of precipice means തൂങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ ചെങ്കുത്തായ ചെരിഞ്ഞിട്ടുള്ള ഭാഗം എവിടേക്കാണ് പോകുന്നത്, വിത്ത് ദ സീ ബിനീത്ത്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ എന്താണ്, കടലാണ്, സീ ആണ്. ദ ലൈറ്റ്സ് എൻഡഡ് ഇൻ എ ഷിയർ മീൻസ് കുത്തനെ ഫാൾ ഓൺ പ്രിസിപ്പീസ്. അപ്പോൾ കുത്തനെ ചെരിഞ്ഞു പോകുന്ന കടലിലേക്കാണ് അതിൻ്റെ എൻഡിങ് വന്നിരുന്നത്. ദർ വാസ് എ ഡീപ്പ് ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ്. അവൻക്കും അവൻ്റെ പാരൻസിനും ഇടയിൽ ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. വളരെ ആഴത്തിലുള്ള ഒരു വലിയ ക്രാക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ആ പിക്ചറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അവനിരിക്കുന്ന ആ ഒരു പാറ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ അവൻ്റെ പാരൻസും അതുപോലെ അവൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് അത്രയും ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്ക് ഓടിപ്പോവാൻ യാതൊരു മാർഗവുമില്ല. മാർഗമെന്ന് പറയുന്നത് പറക്കുക എന്നുള്ളത് മാത്രമാണ്. താഴെയാണെങ്കിൽ എന്താണ്, കടലാണ്. ഓക്കെ, ദെൻ ഷുവർലി ഹീ കുഡ് റീച്ച് ദം വിത്തൗട്ട് ഫ്ലൈയിങ്. അവനക്ക് ഉറപ്പായി എന്താണ്, അവനക്ക് പോകാൻ കഴിയില്ല. കുഡ് റീച്ച് ദം വിത്തൗട്ട് ഫ്ലൈയിങ്, പറക്കാതെ അവരുടെ അടുത്ത് എത്താൻ കഴിയില്ല എന്ന് അവനക്ക് ഉറപ്പായി. ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത് വേർഡ്സ് അലോങ് ദ ക്ലിഫ് ഫേസ്, ബട്ട് ദെൻ ഓൺ what could he walk? There was no ledge and he was not a fly. അപ്പോൾ അവിടെ വേറൊരു ലഡ്ജും ഇല്ല, അതുപോലെ എന്താണ്, നോട്ട് എ ഫ്ലൈ, പറക്കാനും അവനക്ക് കഴിയുന്നില്ല. ആൻഡ് അബവ് ഹിം, അവൻ്റെ മുകളിൽ, ഹീ കുഡ് സീ നത്തിങ്, അവനൊന്നും കാണുന്നില്ല. ദ പെർസ്പീസ് വാസ് ഷിയർ ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫർദർ എവേ ദാൻ ദ സീ ബിനീത്ത് ഹിം. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒന്നുമില്ല ആകാശമല്ലാതെ. താഴെ ചെങ്കുത്തായി കിടക്കുന്ന വളരെ ആഴത്തിലുള്ള കടലും ആണ് ഉള്ളത്. ഓക്കെ, ദെൻ ഹീ സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. അവന് ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ മെല്ലെ സ്റ്റെപ്പ് വെച്ച് നടന്നു. ആൻഡ് സ്റ്റാൻഡിങ് വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്. എന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് സ്റ്റാൻഡിങ് നിന്നു. ഓൺ വൺ ലെഗ്, ഒറ്റക്കാലിൽ അല്ലേ, വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്. ഒരു ലെഗ് എന്ത് ചെയ്തു, അവൻ്റെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചിട്ട് ഒരു കാലിൽ നിന്നു. ആൻഡ് ഹീ ക്ലോസ്ഡ് വൺ ഹൈ, എന്നിട്ട് എന്ത് ചെയ്തു, അവൻ്റെ ഒരു കണ്ണടച്ചു. ദെൻ ദ അതർ, മറ്റേത്, ആൻഡ് പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് എസ്ലീപ്പ്, എന്നിട്ട് ഉറങ്ങിയതുപോലെ നടിച്ചു. സ്റ്റിൽ ദേ ടുക്ക് നോ notice of him. He saw his two brothers and his sister lying on the plateau dozing with their head sunk into their necks. His father was preening the feathers on his white back. Only his mother was looking at him.
അങ്ങനെ അവനെ ഈ ഒറ്റ കാലിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു കണ്ണടച്ചു, ഉറങ്ങുന്നത് പോലെ ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണ് തുറന്നിട്ട് അവൻ നോക്കുകയാണ് ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ നോ നോട്ടീസ് ഓഫ് ഹിം, ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. ഹി വാസ് വിത്ത് ഹിസ് 2 ബ്രദർ, ഹി സോ, അവൻ കണ്ടു ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ലയിങ് ഓൺ ദ പ്ലാറ്റ്യൂ ഡോസിങ്, അവൻ്റെ സിസ്റ്ററിനെയും ബ്രദറിനെയും കിടക്കുന്നത്, വിത്ത് ദെയർ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്, പക്ഷികൾ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, തല എന്ത് ചെയ്യും, കഴുത്തിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക്, കഴുത്തിൻ്റെ ആ ചിറകിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടാവും, അങ്ങനെയാണ് പക്ഷികൾ കിടക്കുക. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും. ഈ ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്, പിന്നെ അച്ഛൻ എന്താ ചെയ്യുന്നത്, അവൻ്റെ ആ വെള്ളയും കറുപ്പും നിറത്തിലുള്ള ഫെദേഴ്സ്, തുവലുകളൊക്കെ എന്ത് ചെയ്യാണ്, വൃത്തിയാക്കുകയാണ്, ക്ലീൻ ചെയ്യാണ്. ഓൺ ഹീസ് മദർ, അവൻ്റെ അമ്മ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വാസ് ലുക്കിംഗ് അറ്റ് ഹിം, അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റ്യൂ, അവൾ കുറച്ച് ഉയർന്നു നിന്നിട്ടുള്ള ഒരു പ്ലാറ്റ്യൂൻ്റെ കുറച്ച് ഉയർന്ന ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്, അവളുടെ ആ ഒരു പിന്നെ പക്ഷികളുടെ ആ ഒരു നെഞ്ഞ് അതെന്ത് ചെയ്ത് കുറച്ച് മുമ്പിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ്, അവളുടെ കാലിൻ്റെ അടിയിലായിട്ട് എന്തുണ്ട്, എ പീസ് ഓഫ് ഫിഷ്, ഒരു കഷ്ണം മീനുണ്ട്. ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക്, എന്താണ് ചുണ്ട് പക്ഷികൾ കാട്ടുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂർച്ച കൂട്ടുക, അല്ലെങ്കിൽ കൊക്ക് ഇങ്ങനെ പാറയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരതുമല്ലോ, അതുപോലെ അങ്ങനെ ചെയ്യണം. ആര്, സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബേക്ക് ഓൺ ദ റോക്ക്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം, അപ്പോൾ അമ്മയുടെ കാലിൻ്റെ അടിയിലുള്ള ഫുഡ് ആര് കണ്ടു, നമ്മുടെ യങ് സീകൾ കണ്ടു. ആ ഫുഡ് കണ്ടപ്പോൾ അവൻ്റെ വിശപ്പ് എന്തായിട്ടുണ്ടാവും, നന്നായി വിശന്നിരിക്കുകയാണ്, കഴിഞ്ഞ രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫുഡ് കണ്ടപ്പോൾ അവനത് ഭ്രാന്തനാക്കി, മാഡൻഡ്. ഹൗ ഹി ലൗഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ, സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ എത്രമാത്രം ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അവനും അവൻ്റെ ചുണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് ഓൺ നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ, അവനെ ആ ശ്രദ്ധ പിടിച്ചേറ്റാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, ചെറിയ ചെറിയ സൗണ്ട് ഉണ്ടാക്കാൻ നോക്കി. ആ സൗണ്ട് കേട്ടപ്പോൾ ഹിസ് മദർ കാക്കിൾഡ് ടു, അവൻ്റെ അമ്മയും എന്ത് ചെയ്തു, സൗണ്ട് ഉണ്ടാക്കി. അവന് ആ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അവൻ്റെ അമ്മയും സൗണ്ട് ഉണ്ടാക്കി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം, എന്നിട്ട് അവനെ നോക്കി. ഗ ഗ ഗ ഹി ക്രൈഡ്, അങ്ങനെ അവൻ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ആൻഡ് ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്, ആ സൗണ്ടിലൂടെ അവൻ പറയുന്നത് എന്താണ്, അമ്മയോട് യാചിക്കുകയാണ്, എനിക്ക് കുറച്ച് ഫുഡ് കൊണ്ടുവന്ന് തരുമോ, എനിക്ക് കുറച്ച് ഫുഡ് തരൂ എന്ന് അമ്മയോട് അവൻ കരഞ്ഞ് യാചിച്ചു. ഗൗൾ ഓൾ ഹ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി, അവനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് അമ്മയും സൗണ്ട് ഉണ്ടാക്കി. ദെൻ ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി, പക്ഷേ അവന് വീണ്ടും അതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ എ മിനിറ്റ്, ഒരു നിമിഷത്തിന് ശേഷം ഓൾസോ ഷീ അട്ടേഡ് എ ജോയ്ഫുൾ സ്ക്രീം, അവനൊരു സന്തോഷത്തിൻ്റെ സൗണ്ട് ഉണ്ടാക്കി, ജോയ്ഫുൾ സ്ക്രീം. ഹിസ് മദർ ഹാഡ്, അതിന് കാരണം എന്താണ്, ഹിസ് മദർ ഹാഡ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്, അമ്മ എന്ത് ചെയ്തു, ഒരു കഷ്ണം ഫിഷ് എടുത്തു, പിക്ക്ഡ് ആൻഡ് ഫാസ്റ്റ് ഫ്ലൈയിങ്, എന്നിട്ട് പറന്നു, എക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്, അതിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വരുന്നു. ഇത് കണ്ടപ്പോഴാണ് അവന് ജോയ്ഫുൾ സ്ക്രീം ഉണ്ടാക്കാനുണ്ടായ കാരണം. ദെൻ ഹി ലീൻഡ് ഔട്ട് ഈഗേർലി, അവന് ആ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എത്തി വലിഞ്ഞു, വളരെ ആകാംക്ഷയോട് കൂടിയിട്ട്. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്, ട്രൈയിങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. അപ്പോൾ അങ്ങനെ അവൻ്റെ ആ ഫുഡായിട്ട് അമ്മ എന്ത് ചെയ്തു, അമ്മ വരുന്നത് കണ്ടപ്പോൾ അവന് ആ റോക്കിൻ്റെ എൻഡിങ്ങിലേക്ക് ഇങ്ങനെ എത്തി വലിയാൻ തുടങ്ങി. ട്രൈയിങ് ടു ഗെറ്റ് നിയറർ, എത്ര അടുത്തേക്ക് എത്താൻ പറ്റും അത്രയും എത്തി വലിയാൻ തുടങ്ങി. ഹെർ ആസ് എ ഷീ ഫ്ലൂ അക്രോസ്. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം,
അങ്ങനെ അമ്മ പറന്ന് വന്ന് അവൻ്റെ തൊട്ടടുത്തെത്തിയ സമയത്ത് അബ്രീസ്റ്റ് ഓഫ് ദ ലെഡ്ജ് ഷീ ഹാൾട്ടഡ് ഷീ സ്റ്റോപ്പ്ഡ്, അവൾ അവിടെ നിന്നു. ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ്, കാലുകൾ കിടന്നു. അവനെന്ത് ചെയ്യുക? ഹെർ വിങ്സ് മോഷൻലെസ്, ചിറകുകളൊക്കെ നിശ്ചലമായി. അതായത് അവനക്കിങ്ങനെ എത്തിയില്ല എന്നുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ അമ്മ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക്, ആ ഒരു കഷ്ണം ഫിഷ് അവളുടെ ചുണ്ടിലുണ്ട്. ആൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്, അവൻ്റെ കൊക്കിന് അടുത്ത് എത്തി എന്നുള്ളതിലാണ് ആര് നിൽക്കുന്നത്? അമ്മ നിൽക്കുന്നത്. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് മൈ ക്ലാസ്. ഓക്കെ, ദെൻ ടുഡേ you should write the question answers. How many questions? Yes, the second one, what did the parents do to motivate the young bird when it failed to muster up enough courage to fly? എങ്ങനെയാണ് നമ്മുടെ യങ് സീഗളിനെ പേരൻസ് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? പിന്നെ how did the parents support and encourage the young seagulls brothers and sister? എങ്ങനെയൊക്കെയാണ് പേരൻസ് ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും എൻകറേജ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും? ദെൻ സൈറ്റ് ആൻഡ് ഇൻസ്റ്റൻസ് വിച്ച് ഷോസ് ദ പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ യങ് ബേർഡ്. യങ് ബേർഡിൻ്റെ പാത്തറ്റിക് കണ്ടീഷൻ, ദയനീയ അവസ്ഥ രേഖപ്പെടുത്തുന്ന ആ ഒരു ഇൻസ്റ്റൻസ് എന്താണ്? ആ ഫുഡിന് വേണ്ടിയിട്ടുള്ള അവസാനം അവൻ വിരിഞ്ഞിട്ടുള്ള ആ എഗ് ഷെൽ പോലും അവന് കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഒക്കെ ടെക്സ്റ്റിലുള്ള ആൻസേഴ്സ് തന്നെയാണ് എഴുതുക. Then how did the bird try to reach his parents without having to fly? പറക്കാതെ എങ്ങനെ എത്താമെന്നാണ് പക്ഷി ശ്രമിച്ചത്? എങ്ങനെയൊക്കെയാണ് പക്ഷി ശ്രമിച്ചത്? Then why could the seagull not succeed in its attempt? എന്തുകൊണ്ടാണ് സീഗൾ അവൻ്റെ അറ്റംപ്റ്റിൽ സക്സസ് ആവാതെ ഇരുന്നത്? Then do you think that the young seagull's parents were cruel? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യങ് സീഗളിൻ്റെ പേരൻസ് ക്രൂവലാണെന്ന്? അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക? എഴുതുക. ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. 11ാമത്തെ പേജിലുള്ള വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് വിടാം. ഓക്കെ, ദെൻ താങ്ക് യു. അസ്സലാമു അലൈക്കും.